മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 21-ാം തിരുവചനം. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കാകുവാനും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതെങ്കിലും ഒന്നേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളൊക്കെ ഏത് അവസ്ഥയിലാണെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിത ചെയ്തികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം. കാരണം കർത്താവ് നമുക്ക് നിഷിദ്ധമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പ്രവൃത്തികൾ വിശുദ്ധ ബൈബിള് നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട്. കർത്താവ് നമുക്ക് പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രമാണങ്ങൾ അനുസരിച്ചും വിശുദ്ധ ബൈബിള് നമുക്ക് നൽകുന്ന പ്രചോദനം അനുസരിച്ചുമാണോ നമ്മൾ ജീവിക്കുന്നത്? ആണ് എങ്കിൽ നമ്മൾ ക്രിസ്തുവിലാണ്, അല്ല എങ്കിൽ നമ്മൾ സാത്താൻ്റെ മേശയിൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, അങ്ങനെ പൈശാചികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. വെറുപ്പ്, വിദ്വേഷം, പക, കുറ്റം വിധിക്കൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് യേശു പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം സാത്താൻ്റെ മേശയിലെ ഭാഗവാക്കുകളാണ്. അപ്പോൾ ഏതവസ്ഥയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്? സാത്താൻ്റെ മേശയിലാണെങ്കിൽ അവിടെ നമുക്ക് പിന്തിരിഞ്ഞ് നടക്കാം, നേരെ കർത്താവിൻ്റെ മേശയിലേക്ക് വരാം. ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് ജീവിതം കഴിക്കാം. ഹ്രസ്വകാലമേ ഉള്ളൂ. ഉള്ള കാലം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.